നാടകപ്രവർത്തകനും സാഹിത്യപ്രവർത്തകനുമായ ഓംചേരി എൻ പിള്ള അന്തരിച്ചു എന്ന വാർത്തയാണ് എത്തുന്നത്. 100-ാം വയസ്സിലായിരുന്നു അന്ത്യം. ഡൽഹിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, ഇന്ത്യൻ നാടകലോകത്തിന് മലയാളത്തിന്റെ സംഭാവനയായിരുന്നു ഓംചേരി എൻ പിള്ള. 100-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുന്നു. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക? 1924 ഓംചേരി ജനിക്കുന്നത്. അതിനുശേഷം ആകാശവാണിയിൽ ജോലി കിട്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ തപസ്യ. 80ഓളം നാടകങ്ങളാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത്. ഈ നാടകങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഓംചേരിയെ സംബന്ധിച്ചോളം വളരെ പ്രത്യേകത. ഡൽഹിയിലെ സാഹിത്യത്തിന്റെ മുഖമായിരുന്നു. അതായത് മുകുന്ദൻ, അതേപോലെ ആനന്ദ്, OV വിജയൻ, ഇവരുമായിട്ടും ഒക്കെ സൗഹൃദ കൂട്ടായ്മ ഉണ്ടായിരുന്ന, അവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് നടന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഡൽഹിയിലെ സാഹിത്യത്തിൽ, ഡൽഹിയിൽ മാത്രം മലയാള സാഹിത്യത്തിന് ഓംചേരിയുടെ വേർപാട് വളരെ വലിയൊരു നഷ്ടമായിരിക്കും. ഇന്നലെ രാത്രിയോടെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടെ തുടർന്ന് അദ്ദേഹത്തെ ഡൽഹിയിലുള്ള സെന്റ് ജോസഫ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് ഒരു 11 മണിയോടെ ആരോഗ്യനില വഷളാകും, മരണം സംഭവിക്കുമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് കേരള ഹൗസിൽ വെക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകളും നർത്തകിയുമായിട്ട് ലക്ഷ്മിയുമായിട്ട് കേരള ഹൗസ് അധികൃതർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഡൽഹിയെ സംബന്ധിച്ചോളം, അതുപോലെ മലയാളം സംബന്ധിച്ചോളം, നാടക പ്രവർത്തകരെ സംബന്ധിച്ചോളം വളരെ വലിയ നഷ്ടമാണ് ഓംചേരി പിള്ളയുടെ മരണം. അതേപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ ലീല ഓംചേരി അറിയപ്പെടുന്ന നർത്തകിയായിരുന്നു. 2021 അവർ അന്തരിച്ച ശേഷം പൊതുരംഗത്ത് നിന്ന് പതുക്കെ പിൻവാങ്ങിയ ഓംചേരി ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ലക്ഷ്മി, തീർച്ചയായും ബഹുമുഖ പ്രതിഭ എന്ന വാക്ക് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നവർ കുറവാണ്. അങ്ങനെ ഒരാളായിരുന്നു ഓംചേരി എൻ പിള്ള. നാടകലോകത്തിന് മാത്രമല്ല സാഹിത്യ ലോകത്തും അതുല്യമായ സംഭാവനകൾ നൽകിയ ബഹുമുഖ പ്രതിഭ അന്തരിച്ചിരിക്കുന്നു. 100-ാം വയസ്സിൽ അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.